Hi, I am Ethan Afu. After a long time, ഒരു ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ 2 കൊല്ലം മുന്നെയാണ് ഞാനിങ്ങനെ ഫേസ് കാണിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തത് ത്രിഫ്റ്റ് എന്താണെന്നുള്ളത്. അപ്പം അന്ന് എനിക്കറിയുന്ന നോളജ് വെച്ചിട്ടാണ് ഞാനത് ചെയ്തത്. സോ ആ ടൈമിൽ ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ടൈമിൽ ഞാൻ ഫസ്റ്റ് ഇയർ ആയിരുന്നു. ഇപ്പോൾ 3rd ഇയർ കഴിഞ്ഞ് കംപ്ലീറ്റ് ആയി. സോ ബേസിക്കലി ഞാൻ ചെയ്യുന്ന ജോലി എന്താ വെച്ചാൽ ത്രിഫ്റ്റ് സൈഡായിട്ടുണ്ട്. ഞാനൊരു പ്രൊഡക്ഷൻ കമ്പനി സൈഡിൽ കൂടെ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലായിട്ട് ബിസി ആയിട്ടാണ് ഇതിലേക്കോ യൂട്യൂബിലേക്കോ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ കഴിയാൻ. അപ്പോൾ ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് എന്തിനാ വെച്ചാൽ കറക്റ്റ് വീഡിയോ ചെയ്യണം. എന്തിനാ വെച്ചാൽ ഡൽഹിയിലൊക്കെ പോയിട്ട് ത്രിഫ്റ്റ് പർച്ചേസ് ചെയ്യണം, അല്ലെങ്കിൽ ത്രിഫ്റ്റ് സ്റ്റോർ തുടങ്ങണം. വെറുതെ ഒരു ത്രിഫ്റ്റ് സ്റ്റോർ തുടങ്ങിയിട്ട് കാര്യമില്ല. സോ എന്തെങ്കിലും ഒരു വെറൈറ്റി ഒരു ഐഡിയ വെച്ച് ബാക്കിയുള്ളവരെന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും കൈമേൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തുടങ്ങാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തിന് ഇന്നെ കോൺടാക്ട് ചെയ്യാം. 3 or 4 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് ഡൽഹി പോയിട്ടും എല്ലാതും. കറൻറ്റ്ലി ഞാൻ ത്രിഫ്റ്റ് സ്റ്റോപ്പ് ചെയ്തിരിക്കും. പക്ഷേ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസും പ്ലസ് എൻ്റെ കൈമേൽ ഡീലേഴ്സ് ഉണ്ട്. അപ്പോൾ ത്രിഫ്റ്റ് പോയി പർച്ചേസ് ചെയ്യണമെന്ന്, ഡൽഹി പോയി പർച്ചേസ് ചെയ്യണം ആഗ്രഹിക്കുന്നവർക്കും ഓർ ത്രിഫ്റ്റ് സ്റ്റോർ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും എന്നെ കോൺടാക്ട് ചെയ്യാം. പക്ഷെ അതൊരിക്കലും ഫ്രീ ആവില്ല. ഞാൻ ആദ്യം പറഞ്ഞത് അതൊരിക്കലും ഫ്രീ ആവില്ല. പിന്നെ പെയ്ഡ് കൊടുക്കണം. നിങ്ങൾ എന്താ വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയൊരു വാല്യൂ ആണ്, ഒരു അസെറ്റാണ്. ത്രിഫ്റ്റിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയൊരു അസെറ്റാണ്. ഓൾറെഡി എനിക്ക് 2 വീഡിയോസ് ഇടാണ്ട്. പാനിപ്പാത്ത് പോയ വ്ളോഗ് വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യാണ്ട് ഓൾറെഡി. അതിൻ്റെ മുന്നേ ഇതെല്ലാവരും കാണാം. മോസ്റ്റ് ഓഫ്ലി എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കറൻറ്റ്ലി കുറേ ത്രിഫ്റ്റ് സ്റ്റോഴ്സ് ഉണ്ട്. പക്ഷേ അതൊന്നും ഒരു പ്രശ്നമല്ല. ഒരു ഏതൊരാൾക്കും തുടങ്ങാം അത് കയറിയിട്ട്. കറൻറ്റ്ലി ഉള്ളതിനെക്കാട്ടിയും വെറൈറ്റി ആയിരിക്കണം അതിൽ. ഒരു വാല്യബിൾ ആയിട്ടുള്ള സാധനമാണ്. അതിനോണ്ട് തന്നെ അത് അവിടെ ഒരിക്കലും നിൽക്കണില്ല. ബിസിനസ് ഓണർ എന്നുള്ള നമ്മളെ ഭാഗത്തുനിന്ന് വരേണ്ട ഒരു കാര്യങ്ങൾ എന്തൊക്കെ വെച്ചാൽ എന്തെങ്കിലും സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് എന്തൊക്കെ കൊണ്ടുവരാം. അപ്പോൾ ആൾക്കാർ നമ്മളെ പ്രൊഡക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് അവിടെ വേണം. ഉള്ളവർ മാത്രം ഒരു ത്രിഫ്റ്റ് സ്റ്റോർ തുടങ്ങിയാൽ മതി. പാഷനേറ്റീവ് ആയിട്ട് ഇങ്ങനത്തെ ഡ്രസ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടോ. ഞാൻ പണ്ട് ഡൽഹി പോയപ്പോൾ ഞാൻ തന്നെ ആഗ്രഹിച്ചിരിക്കണേ എനിക്ക് ഈ ഡീലേഴ്സിനൊക്കെ ഒരാൾ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സുഖമല്ലേ. കാരണം ഇവിടെ പോയാൽ കിട്ടും ഏതൊക്കെ ട്രസ്റ്റഡ് ആണ്. ഇങ്ങനെ നേരിട്ട് പർച്ചേസ് ചെയ്യുന്ന അങ്ങനെ ചെയ്യാം, അല്ല നമുക്ക് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ അങ്ങനെ ചെയ്യാം. പക്ഷെ ഇതിനുള്ള നിങ്ങൾ കണ്ടെത്തുന്ന ആ ഒരു ടൈമൊക്കെ ഞാൻ ലാഭിച്ചു തരാണ്. ലൈക്ക് എൻ്റെ അടുത്ത് ഒന്ന് കോൺടാക്ട് ചെയ്താൽ അത് ഞാൻ നിങ്ങൾക്ക് ഫുള്ളൊരു PDF ആയിട്ട് തരും. ഞാൻ ത്രിഫ്റ്റ് സ്റ്റോപ്പ് ചെയ്തെന്ന് പറഞ്ഞിട്ടുള്ളത് എൻ്റെ ആ ഒരു ജേണിയാണ്. ഞാൻ ഈ ഡൽഹിയിൽ ത്രിഫ്റ്റിന് വേണ്ടി പോകുന്നതും ആ ഒരു കാര്യങ്ങളാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞത്. പക്ഷെ ഒരിക്കലും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും സ്റ്റോപ്പിംഗ് അല്ല. ഹോൾസെയിൽ ഞാൻ കൊടുക്കാറുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ത്രിഫ്റ്റ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തുതരാം. ഞാൻ അതല്ല ഡൽഹി പോയി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ. ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പ് ഉണ്ടാവും, പേജ് ഉണ്ടാവും. പേജ് ഇപ്പോൾ കറൻറ്റ്ലി എയ്തൻ ത്രിഫ്റ്റ് എന്നുള്ളത് പ്രീ ലവ് ക്ലബ് ആക്കിയിരുന്നു. അതിൻ്റെ ഒരു അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ത്രിഫ്റ്റ് പേജ് ഒരു കമ്മ്യൂണിറ്റി പോലെ ആക്കാൻ പോവാം. അത് കാലിക്കറ്റാണ് ഫോക്കസ് ചെയ്യുന്നത്. കാലിക്കറ്റുള്ള എല്ലാ ത്രിഫ്റ്റ് സ്റ്റോറും നമ്മൾ ഫോക്കസ് ചെയ്ത് അവിടെ കൊളാബ് പോലെ ചെയ്യും. അപ്പോൾ ഒരാൾക്കും നമ്മളെ പേജ് എടുത്ത് നോക്കിയാൽ കാലിക്കറ്റ് എത്ര ത്രിഫ്റ്റ് സ്റ്റോർ ഉണ്ടെന്ന് മനസ്സിലാവും. അതിൻ്റെ ഒരു പാർട്ണർ ഉണ്ട്, ഓനാണ് ചെയ്ത് പോവുക. ഞാനാണ് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ അവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഹോൾസെയിലിന് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇനിയിപ്പം എൻ്റെ കൊളാബിനാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും കോൺടാക്ട് ചെയ്യാം. യൂട്യൂബ് ചാനൽ നിങ്ങൾ എന്തിന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്ഫുൾ ഇതിൽ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. ഇതിൻ്റെ എൻഗേജിങ് മാത്രമല്ല, ഞാൻ പുതിയ തുടങ്ങിയ ഹിയോൺ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്വർടൈസിങ് ഹൗസ് വീഡിയോസ് ഇതിൽ വരാം. ഈ യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാം, നിങ്ങൾ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തിടാം. സോ ബൈ.